എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയോ. മുട്ട റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുട്ട, 2 സവാള നീളത്തിലരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ്. ഒരു 10 കശുവണ്ടി 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരല്പം വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന ഈ തക്കാളി ഒന്ന് വെന്തുടയണം. അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാഷ്യൂനട്ട് പേസ്റ്റാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അവസാനം നമുക്കൊരു അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഈ മസാലയൊക്കെ നമുക്ക് മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.